അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. രുദ്രയുടെ 9th മന്തിന്റെ ഫോട്ടോഷൂട്ട്. അപ്പോൾ ലൊക്കേഷൻ വേറെ എവിടെയല്ല, നമ്മുടെ വീട് തന്നെയാണ്. വീടിന്റെ ഫ്രണ്ട് ഏരിയയിൽ വെച്ചിട്ടാണ് ഫോട്ടോ. ഈ കിടക്കുന്ന മേശ കണ്ടില്ലേ, ആള് വിചാരിക്കുന്ന പോലെയല്ല, ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ആളാണ്. അതിന്റെ ഉള്ളില് നമ്മൾ ഇടുന്നതും ഇടാത്തതുമായിട്ടുള്ള ഒരുപാട് ചെരുപ്പുണ്ട്. അതിന്റെ മുകളിലാണെങ്കിലോ നമ്മൾ അയൺ ചെയ്യുന്ന പ്ലേസും, പിന്നെ നൈറ്റ് ആയി കഴിഞ്ഞാൽ അനുവാദമില്ലാതെ കയറി കിടക്കുന്ന ഒരു പൂച്ചയും. പിന്നെ എന്താ പറയാ, ദാ ഇപ്പൊ ഞാൻ ചെയ്യുന്നതന്നെ കണ്ടില്ലേ. അതാ ഞാൻ പറഞ്ഞത്, ഇതിന് ഒരുപാട് ഉപകാരങ്ങളുള്ള ഒന്നാണ്. എനിവേ, നമുക്ക് വിഷയത്തിലേക്ക് ഹൈറ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തതാണ് ഈ 2 സ്റ്റൂൾ. മുന്നത്തെ പല വീഡിയോസിലും ഞാൻ ഇവരെ പരിചയപ്പെടുത്തി തന്നു. കാണുമ്പോൾ നിങ്ങൾക്ക് 2 ആയിട്ട് തോന്നുമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവര് 4 ആണ്. അതായത് ഒരെണ്ണത്തിന്റെ മുകളിൽ ഒരെണ്ണം പ്രസ് ആയി കിടക്കും. പിന്നെ അത് എടുത്തിട്ട് കിട്ടുന്നില്ല. എന്നാൽ പിന്നെ അവരങ്ങോട്ട് സെറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് കർട്ടൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമേ ഉണ്ടാവില്ല. അച്ഛൻ ഗൾഫ് നിർത്തി പോന്നപ്പോൾ ഇതുപോലത്തെ കുറച്ച് ഐറ്റംസ് കൊണ്ടുവന്നത് കൊണ്ട് എനിക്കിതാ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഉപയോഗിക്കാനായി. രുദ്രയുടെ 6th മന്ത് വരെ ഇവളെ കിടത്തിയിട്ടായിരുന്നു ഞാൻ ഫോട്ടോ എടുത്തിരുന്നത്. 7th മന്ത് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ എന്തെങ്കിലും സംതിങ് വെറൈറ്റി വേണ്ടേന്ന് വിചാരിച്ചു. അങ്ങനെ തുടങ്ങി ഇതാ ഇവിടെ വരെ എത്തി. അതായത് നമ്മൾ ഇത്രയൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടും 1-2 പേരൊഴികെ ഇത് നന്നായിട്ടുണ്ട് എന്ന് പറയാൻ മനസ്സ് കാണിക്കാറില്ല. അതിപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ മറ്റുള്ളവരും പറയണമെന്ന് നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ലല്ലോ അല്ലെ. എനിക്കിപ്പോ വലിയ വിഷമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടം. ഞാൻ വീണ്ടും വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഹൈ ചെയറിൽ പിന്നെ അവളെ ഇരുത്തുന്നത് കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ദാ ഈ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന സ്ലൈറ്റ് ഇവൾക്ക് 100 days കംപ്ലീറ്റ് ആയപ്പോ അത് എഴുതി ഫോട്ടോ എടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ ദാ എപ്പോഴത്തെയും പോലെ അമ്മയുടെ ഡ്യൂട്ടി തുടങ്ങിക്കൊണ്ടേ. അവളിവിടെ സെറ്റ് ആണെങ്കിലും അവളൊന്ന് ചിരിക്കണ്ടേ. ചിലർക്കൊക്കെ തോന്നുന്നുണ്ടായിരിക്കും എന്തിനാണ് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഫോട്ടോ എടുക്കുന്നത്. അവരോട് എനിക്ക് ഒന്നും പറയാനില്ല. ബിക്കോസ് ഇത്തരം ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അപ്പം നമുക്ക് ഫോട്ടോസ് ഒന്ന് കണ്ടാലോ.